ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയാമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. എന്ത് മെസ്സേജസ് ആണ് അവർക്ക് നിങ്ങളോടത്തേക്ക് പറയാനായിട്ട് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടുന്നത് 7 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, നോ കോണ്ടാക്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സെപ്പറേഷൻ അല്ല, ഒരു നോ കോണ്ടാക്റ്റ് ആണ്. കുറേയേറെ പുറത്തു നിന്നുള്ള കുറേയേറെ ആളുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ഡിഫറൻസുകൾ ഉണ്ടായിരിക്കാം. കാസ്റ്റിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ രീതിയിലോ ഒക്കെ ഉള്ള ഡിഫറൻസുകൾ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാകാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ നിങ്ങളെ പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ കുറേ വ്യക്തികൾ, ഈ ഒരു പേഴ്സണ് വേണ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് യാതൊരു താല്പര്യവുമില്ല എന്ന രീതിയിൽ ഇത് വേണ്ട എന്ന് വെച്ച് നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നുണ്ടാകാം. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോഴും വളരെയധികം ഒരു സ്നേഹത്തിലാണ് അല്ലെങ്കിൽ വളരെയധികം ഒരു അട്രാക്ഷനിലാണ്. നിങ്ങൾക്ക് തോന്നുന്ന അതേ ഫീലിങ്സ് തന്നെ നിങ്ങളുടെ പേഴ്സണും തോന്നുന്നുണ്ട്. ഇവിടെ മിറർ എനർജിയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്ന അതേ ഒരു ഫീലിങ്സുകളും വിഷമങ്ങളും ഇഷ്ടവും സന്തോഷവും അങ്ങനെ എല്ലാം ആ ഒരു സെയിം രീതിയിൽ നിങ്ങളുടെ പേഴ്സണും തോന്നുന്ന ഒരു സമയമാണിത്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് കുറേ തടസ്സങ്ങൾ ഇതിന് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ നല്ല റിലേഷനിൽ പോകണമെന്നും ഇനി ഇത് വിട്ടിട്ട് പോകാനായിട്ട് രണ്ട് കൂട്ടർക്കും താല്പര്യമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം തന്നെയാണ് ഒരു റീസ്റ്റാർട്ട് ചെയ്ത് ഇത് മുന്നോട്ട് പോകാനൊക്കെ നല്ല താല്പര്യം തന്നെയാണ്. പക്ഷെ കുറച്ച് തടസ്സങ്ങൾ ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താത്ത ഒരു സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ അവരുടെ മനസ്സിലൂടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടൊപ്പമായിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ഒക്കെ ഒത്തിരി അധികം ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും അറിയത്തില്ല ഇനി എന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കി ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളിലേക്ക് വരാനായിട്ട് എന്ന് സാധിക്കും, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യണം എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളെ വന്ന് നേരിട്ട് കണ്ട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി നിങ്ങളോട് കൂടെ ആയിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് എനർജീസ് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ അത് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് തന്നെ, നിങ്ങളും ആ ഒരു പേഴ്സണെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് എപ്പോഴൊക്കെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സെയിം ടൈമിൽ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം.
പിന്നെ അവരിപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അവർ ചിലപ്പോൾ ഈ ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആരാണെന്നോ അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ഒന്ന് അകന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്നോ ഒന്നും അതിൻ്റെ ഒരു യഥാർത്ഥ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് നിങ്ങൾക്കൊരു വിഷമമായാലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു സത്യങ്ങൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ആ ഒരു സത്യം പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളോട് പറയണമെന്ന് വളരെയധികം ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ ഒത്തിരിയധികം സന്തോഷിച്ചത് അല്ലെങ്കിൽ എൻജോയ് ചെയ്തത്, സെലിബ്രേറ്റ് ചെയ്തത് എന്നൊക്കെ ഇവർക്ക് അതൊക്കെ ഇവർക്ക് അറിയാം. അതൊക്കെ ഇവർ എപ്പോഴും ഒരു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തൊക്കെ. അതുപോലെ തന്നെ ഇവർ പറയുകയാണ് ഈ ഒരു സമയത്ത് ഇവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവർക്ക് സന്തോഷം കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവരൊരു സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ, കൂടുതലും മെസ്സേജാണ്, കോളിനേക്കാളും ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. നമുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ് ആ ഒരു മെസ്സേജിൻ്റെ കിട്ടുന്നത്. ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടാനുള്ള ഒത്തിരി ആളുകൾക്ക് അതിൽ മെസ്സേജ് കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഒത്തിരി ആളുകൾ എനിക്ക് കഴിഞ്ഞ റീഡിങ്ങിലൊക്കെ എനിക്ക് എൻ്റെ ഈ ഒരു റീഡിങ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉടനെ എനിക്ക് കോൾ ലഭിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമൻറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ നല്ല സ്നേഹത്തോടെ നല്ല നല്ല റിലേഷൻഷിപ്പുകൾ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മെസ്സേജ് അയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ഈ എനർജീസ് നോക്കുമ്പോൾ നമുക്കത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും എന്നാണ് അവർ ഡയറക്റ്റ് പറയുന്നത്. പിന്നെ അവർക്ക് ഈ ഒരു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ വരുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിലൊക്കെ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു മാറി നിൽക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷകളെ എല്ലാം തല്ലിക്കിടത്തുകയാണ്. കാരണം ഇനി ഇത് മുന്നോട്ട് പോവില്ല, ഇവരെല്ലാവരും കൂടി നമ്മളെ ഇങ്ങനെ പിരിച്ച് 2 ദിവസത്തേക്ക് കൊണ്ടുപോകുമോ, ഇനി വേറൊരു മാരേജിലേക്കൊക്കെ ഈ ഒരു പേഴ്സണെ കൊണ്ടുപോകുമോ എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളെ ഇനി പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ പേരൻസോ ആര് തന്നെ ആയിക്കോട്ടെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുമോ എന്നാണ് ഈ ഒരു പേഴ്സൺ വളരെയധികം ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രതീക്ഷ പല സമയത്തും നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഒരു അവസ്ഥയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിനക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താണ്, നീ ഇത്തരം വിഷമത്തിലൂടെയാണോ കടന്നു പോകുന്നത്, നിന്നെക്കുറിച്ച് ഒരു കാര്യങ്ങളും എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നൊക്കെ നിങ്ങളോട് പറയാനായിട്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഒത്തിരി തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് എങ്കിലും അയച്ച കാര്യങ്ങൾ പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർ റെഡിയാണ്. പക്ഷെ ഒരു ടൈം, നല്ലൊരു സമയം നോക്കി അവരൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാതെ പതിയെ പ്ലാനുകളൊക്കെ ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ഇവരുടെ വേണ്ടപ്പെട്ട കുറേ ആളുകളെ ഉപേക്ഷിച്ച് കളയാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അല്ല, ഇപ്പോൾ ഇവർ എടുത്തിയാടി ഒരു തീരുമാനമൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഇവരുടെ ഫാമിലി ഉള്ളതോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ ഇവരുമായിട്ട് ഇപ്പോൾ വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന കുറേ ആളുകളെ ഇവർക്ക് നഷ്ടമാകും. അവരെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോടൊപ്പം പക്ഷെ നിങ്ങളെയും നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പം അവരോടൊപ്പം നിങ്ങളെയും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ടൈം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ ഒരു കാര്യമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരും. കാരണം നീ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒത്തിരി അധികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളത് എന്ന് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ശക്തി കൊണ്ട്, ആ ഒരു സ്നേഹത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ഫ്യൂച്ചറിൽ
നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒന്നായി നിങ്ങൾ രണ്ടുപേരും ഒന്നായി തീരും എന്ന ഈ വ്യക്തിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. അതിൽ തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇവര് ഒത്തിരിയധികം ആഗ്രഹിക്കുന്നതായിട്ട് എനർജീസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവര് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നു. അതിനുശേഷം പല ആളുകളും പല പ്രശ്നങ്ങളും, നമ്മളിപ്പോൾ പ്രശ്നങ്ങളോ പ്രോബ്ലംസോ അതൊന്നും എന്താണ് എന്നുള്ളത് ഇവിടെ നോക്കുന്നില്ല. പക്ഷെ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളും വന്ന ടൈമിൽ നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിലൊക്കെ പലരും ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊന്നും ഇവര് കണക്കിലെടുക്കുന്നില്ല. എൻ്റെ വ്യക്തിയെ എനിക്കറിയാം, അല്ലെ എൻ്റെ പേഴ്സണെ, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പേഴ്സണെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നു. ആ ഒരു കാര്യങ്ങൾ നിന്നെ എനിക്കറിയാം, മറ്റുള്ളവർ പറഞ്ഞ ഇപ്പോൾ നിങ്ങളും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മളെക്കുറിച്ച് മോശമായിട്ട് ഇന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന അറിവ് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ഒരു കെയർ ചെയ്യുന്നില്ല. അതൊക്കെ ആരോ എവിടെയോ പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പേഴ്സൺ എടുക്കുന്നത്. അത്രയ്ക്കധികം നിങ്ങളോട് സ്നേഹമാണ് ഈ പേഴ്സണുള്ളത്. പിന്നെ ഇവർക്ക് ഇപ്പോൾ ആ ഒരു നിങ്ങൾ സെപ്പറേഷൻ പോയ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് പോയ സമയത്ത് അവർക്ക് മനഃപൂർവ്വമായിട്ട് തന്നെ നിങ്ങളെ ഒന്ന് ഒഴിവാക്കി നിർത്തേണ്ടതായിട്ട് അല്ലെങ്കിൽ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് അവർ ചെയ്തത് വളരെയധികം ഹൃദയവേദനയോടെയാണ്. അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകാം, സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ മനഃപൂർവ്വമായിട്ട് അവർക്ക് ആ സിറ്റുവേഷനിൽ ചെയ്യേണ്ടി വന്നതാണ് എന്ന് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഓർത്ത് അവർക്ക് ഒത്തിരി വിഷമമുണ്ട്. അതിനെ ഓർത്ത് അവർ ഹൃദയവേദന അനുഭവിക്കുന്നു ഈ ഒരു സമയത്ത്. ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് അന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്തിട്ട് അവർ ഒത്തിരി വിഷമിക്കുന്നതായിട്ടൊരു എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജീസ്, അവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു വെയിറ്റിംഗ് എനർജി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എല്ലാവരെയും ഒരു റൈറ്റായ സമയം, റൈറ്റായ ആളുകൾ എല്ലാം വരാനായിട്ട് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. എല്ലാ ഒരു റീഡിങ്ങിലും കാണുന്നത് പോലെ തന്നെ ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മോശമായ രീതിയിൽ കാണുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മോശമായ ഒരു പ്രവർത്തനം, നിങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ ഒരു കോൺഫ്ലിക്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഒരു മോശക്കാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു മോശക്കാരനായിട്ടോ ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കൂടി ഈ വ്യക്തി തയ്യാറല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കുറേ നാളുകളായിട്ട് ഇവർ ഈ ഒരു ആഗ്രഹമൊക്കെ ഒന്ന് പിടിച്ചു വെച്ച് കൺട്രോൾ ചെയ്ത് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ ഇവർക്ക് ഇത് പിടിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് വളരെയധികം അവർ ക്ഷമ നശിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവരെ വളരെയധികം ആഗ്രഹിക്കുന്നു. അവർ ശരിക്കും റെസ്റ്റ്ലെസ് ആണ്. അവർക്കൊരു റെസ്റ്റ് കിട്ടുന്നില്ല. ഒട്ടും തന്നെ അവർക്ക് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. ഒന്നും തന്നെ ഒരു കറക്റ്റായ രീതിയിൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ എനർജീസാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ എപ്പോഴും തന്നെ നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തി. അങ്ങനെ വളരെയധികം ആഴത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളോട് സൂക്ഷിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ആ ഒരു സ്നേഹം ആണ് നമുക്ക് ഈ കാർഡുകളിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സ്നേഹത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഈ ഒരു മെസ്സേജസിലൂടെ നമ്മളിലേക്ക് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുള്ളും മനോഹരമായതും അതുപോലെ വളരെ സ്നേഹം നിറഞ്ഞതുമായ ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് ഇത്രയും നല്ല മനോഹര ഫീലിങ്സുകളാണ് നിങ്ങളോടുള്ളത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2002 എന്ന് പറയുന്ന ഒരു വർഷമാണ്. 1984 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ടുമോറോ, ഓക്കെ, ഒരു പോസിബിലിറ്റിയാണ് ടുമോറോ എന്ന് പറയുന്നത്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ടായിരിക്കും ഇത്ര ഒരു സ്നേഹം നിങ്ങൾ തമ്മിൽ അട്രാക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നത്. നെയിൽ പോളിഷിനോട് ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്പർ 48, നമ്പർ 23. ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ഫുട്ബോളുകൾ കാണാനോ ഒക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്.
റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ഇടുക്കി ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്. നമ്പർ 29 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. 2023 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്, ഓക്കെ, സ്പിരിച്വൽ പാത്ത് ഒക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ചൂസ് ചെയ്യുന്നുണ്ട്. 1983 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ബി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയ്ക്ക് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ചാൽഡിഷ്, വളരെ ചാൽഡിഷ് ആയിട്ടുള്ള സ്വഭാവക്കാരാകാം. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 2005 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2004 കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്പർ 50 നമുക്ക് കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. നമ്പർ 5 നമുക്ക് കിട്ടുന്നു. മെയ് മന്ത് 1992 എന്ന് പറയുന്ന വർഷമുണ്ട്. നമ്പർ 32 കിട്ടുന്നു. 7 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് അവിടെ കാണുന്നത്. നമ്പർ 34 ലെറ്റർ ജി. നമ്പർ 1 ജൂലൈ മന്ത്. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടുന്നവരോ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ പാട്ട് പാടുന്ന ആളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.